ഞാനും തോറ്റിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുപോലെ ജയിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ പഞ്ചായത്തിലേക്ക് ജയിച്ചിട്ടുണ്ടോ? ഞാൻ ഡോക്ടറെ കുറിച്ചൊന്നും പറയാം. ഞാൻ അദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഈ പാവം ഡോക്ടർമാരെ വഴിയാധാരാക്കുന്നത്? നിങ്ങളുടെ പാർട്ടിക്കാരെ നിർത്ത്. ഇന്നലെ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഡോക്ടർ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. അതിന് രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ നിർത്തിയതിൻ്റെ കുഴപ്പമാണ്. തൃക്കാക്കരയിലും പാലക്കാടും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ചീറ്റി പോയതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ നിർത്തുന്നത്. അതിൻ്റെ അർത്ഥം ചീറ്റിപ്പോയി ഞാനല്ല പറഞ്ഞ്, നിർത്തിയ ആൾക്കാർ പറയാണ് ചീറ്റിപ്പോയത്. അതിന് എൻ്റെ മെക്കട്ടേക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ക്യാമ്പിൽ നിന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു സ്വരാജിനെ എന്തുകൊണ്ട് ഇറക്കുന്നില്ല, സ്വരാജിനെ ഇറക്കാത്തതിനെതിരെയൊക്കെ വലിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളാരും ഔദ്യോഗികമായിട്ടൊന്നും ആരെയും എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല. അതെങ്ങനെ എതിർ പാർട്ടിയോട് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? അത് അവരുടെ ഇഷ്ടമല്ലേ, ആര് വേണം വേണ്ടാതെ. അത് അധികം പേഴ്സണലായിട്ട് ഇട്ടായിരിക്കും. പാർട്ടി അങ്ങനെയൊന്നും ആരെയും നിർത്താൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അത് ശരിയല്ലല്ലോ ഏർപ്പാട്. CPM-ൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് CPM തീരുമാനിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. ഒരു തെരഞ്ഞെടുപ്പിന്റെ കീപ് ടൈമിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ബാലിശ്യമായ പോസ്റ്റുകൾ ഇടുക, അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വർത്തമാനം പറയുക, അതൊക്കെ കുറച്ചുകൂടി പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെങ്കിലും? അതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് പറയുന്നില്ല. ചെറുപ്പക്കാരാകുമ്പോൾ ആവേശം കൂടും. ഞാനും ആ പ്രായത്തിലൊക്കെ അതിൻ്റെ ഇരട്ടി ആവേശം കാണിച്ച ആളാണ്. അന്ന് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വിഷയത്തിൽ ഡോക്ടറുടെ ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ പ്രതികരണം നടത്തിയിരുന്നു. അതിൽ ഡോക്ടർ തിരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, ഞാനും തോറ്റിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുപോലെ ജയിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ പഞ്ചായത്തിലേക്ക് ജയിച്ചിട്ടുണ്ടോ? ഞാൻ ഡോക്ടറെ കുറിച്ചൊന്നും പറയാം. ഞാൻ അദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഈ പാവം ഡോക്ടർമാരെ വഴിയാധാരാക്കുന്നത്? നിങ്ങളുടെ പാർട്ടിക്കാരെ നിർത്ത്. എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഡോക്ടർ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. അതിന് രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ നിർത്തിയതിൻ്റെ കുഴപ്പമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൻ വഴിയാധാരമായി എന്നാണോ? അല്ല, അദ്ദേഹം പിന്നെ ആ ഭാഗത്തേക്കേ കണ്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരാളെ കേട്ടിട്ടില്ല. പക്ഷെ ഒരു മെച്ചം കിട്ടി. അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാർക്ക് ഒന്ന് ഓർക്കാൻ സമയം കിട്ടി. അതിപ്പോൾ എൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് എനിക്കും സന്തോഷമുണ്ട്. പാവം അങ്ങനെയെങ്കിലും ഒന്ന് ജനശ്രദ്ധയിൽ വന്നല്ലോ. പാർട്ടിക്കാർക്ക് ഇന്നിപ്പോൾ ഈ സ്വരാജിനെ നിർത്താൻ പറഞ്ഞ കാരണം എന്താ അറിയോ? തൃക്കാക്കരയിലും പാലക്കാടും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ചീറ്റി പോയതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ നിർത്തുന്നത്. അതിൻ്റെ അർത്ഥം ചീറ്റിപ്പോയി ഞാനല്ല പറഞ്ഞ്, നിർത്തിയ ആൾക്കാർ പറയാണ് ചീറ്റിപ്പോയത്. അതിന് എൻ്റെ മെക്കട്ടേക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? മഴവിൽ സഖ്യമുണ്ട് എന്ന് പിന്നെ ഇടതുപക്ഷത്തിൽ തന്നെ ആരോപിക്കുന്നത് UDF-ന്റെ ഭാഗത്ത് വർഗീയ ശക്തികളൊക്കെ ചേർത്തുകൊണ്ട്. ഞങ്ങൾക്ക് UDF-ൽ തന്നെ നല്ല കരുത്തുള്ള പാർട്ടികളുണ്ട്. പിന്നെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ സഹായിക്കാം. എല്ലാവരുടെയും പിന്തുണയാണോ? വോട്ടർ പട്ടികയുള്ളവരുടെ ഒക്കെ വോട്ടല്ലേ നമ്മൾ ചോദിക്കുക. അല്ലാതെ ഒരാളോട് നിന്നിട്ട് ഞാൻ നിന്ന സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ മറ്റേ വർഗീയ പാർട്ടിയാണോ, അതുകൊണ്ട് വോട്ട് വേണ്ട. അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇന്ന് വരെ നടന്ന ഏതെങ്കിലും ഇലക്ഷനിൽ വോട്ട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വോട്ടർ പട്ടികയുള്ളവർക്ക് വോട്ട് ചെയ്യാം. പക്ഷേ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടിനെ എതിർക്കുന്ന സമീപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നുള്ളത്. അവരുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ തയ്യാറാണോ UDF? അങ്ങനെ ഒരു വോട്ടർ പട്ടികയുള്ളവരുടെ വോട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ നയം, ആ നയത്തിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ വോട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവരോട് അങ്ങനത്തെ സോഫ്റ്റ് കോർണറൊന്നുമില്ല. ഞങ്ങൾക്ക് വോട്ടർ പട്ടിക നിലമ്പൂരത്തെ എല്ലാ വോട്ടർമാർക്കും UDF-ന് വോട്ട് ചെയ്യാം. നയം പറയുമ്പോൾ ഒന്നും വോട്ടിന്റെ കാര്യം വരുമ്പോൾ മറ്റൊന്നും ഇല്ലല്ലോ. വോട്ട് വോട്ടർമാരോടല്ലേ. ഞാൻ ചോദിക്കും, ഏതെങ്കിലും സ്ഥാനാർത്ഥി ചോദിച്ചിട്ടുണ്ടോ? അല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന സ്ഥാനാർത്ഥിയാണ്, ഞാൻ ഇന്ന ആളാണ്, എന്നെ സഹായിക്കണം, വോട്ട് ചെയ്യണം, നിങ്ങൾ വർഗീയ പാർട്ടിയാണോ എന്നാൽ നിങ്ങളെ വേണ്ട. അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും? ഇടതുമുന്നണി പറയുന്നത് പരസ്യമായി പറയുന്നത് വേണ്ടാന്ന് പറയുകയും ചെയ്യും, രാത്രി അഡ്ജസ്റ്റ്മെൻറ്റും നടത്തും. അതിനിപ്പോൾ അജിത് കുമാറിനെ പോലുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ അജിത് കുമാർ ഇപ്പോൾ DGP-യുടെ ലിസ്റ്റിലുണ്ട്. മിക്കവാറും അദ്ദേഹമായിരിക്കും DGP ആയിട്ട് വരിക. കാരണം കേന്ദ്രത്തിനും ഇഷ്ടമാണ്, കേരളത്തിനും ഇഷ്ടമാണ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് അൻവർ പറഞ്ഞ്. അത് ഞങ്ങൾ ഇലക്ഷനിൽ ചർച്ചയാക്കും, അൻവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ എന്തായാലും UDF എല്ലാ വിഭാഗക്കാരുടെയും വോട്ടുകൾ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെ വോട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിൽ CPM-ന്റെ വോട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറേ കൂടെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കും.
അൻവറിന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കില്ല എന്ന് പറഞ്ഞു. അൻവറുമായിട്ടുള്ള ചർച്ചയിലൊക്കെ പ്രധാന പങ്കുവച്ച ഒരാളെന്ന നിലയിൽ തുടർ ചർച്ചയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട്? അല്ല, ഞാൻ പറയുന്നു അൻവർ ആ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജൂൺ 19 കഴിഞ്ഞാലും നമുക്കൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടതല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞു, ഒരു വികാരം കൊണ്ടിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിൽ വികാരം കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ നിലമ്പൂരിൽ നിന്ന് മൂന്നാം പിണറായി സർക്കാരിന്റെ കാഹളം മുഴങ്ങുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത്. അത് നമുക്ക് 23 അറിയാലോ. വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകും, മൂന്നാമത്തെ കേരളം പിണറായി ഭരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ തുടക്കം ഇതാണ്. മൂന്നാമത്തെ തവണ പിണറായി അല്ല ഭരിക്കുക, അടുത്ത വർഷം ഞങ്ങൾ ഭരിക്കും. എളുപ്പമാണ്. പിന്നെ എന്താ എളുപ്പമല്ലാണ്ട്? അതിൻ്റെ എല്ലാ സൗകര്യവും പിണറായി തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെന്താ? BJP സ്ഥാനാർത്ഥി നിർത്താത്തത് അതാ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി. ഞാൻ 970 ബൈ ഇലക്ഷനിൽ പോയില്ല. അന്നത്തെ ഭാരതീയ ജനസംഘത്തിന് 1000 വോട്ട് കിട്ടിയൊരു നിയോജകമണ്ഡലം. ഇന്നിപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഭരിക്കുന്നൊരു പാർട്ടിയായിട്ട് മാറിയിട്ട് പോലും എന്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല? അതൊരു പ്രധാന ഘടകമല്ലേ? എന്നിട്ട് സംസ്ഥാന അധ്യക്ഷൻ ടൂർ പോകാൻ കണ്ട നേരം വിദേശത്തേക്ക്, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ഇലക്ഷൻ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പല അന്തർനാടകങ്ങളും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.